അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വായന മരിച്ചിട്ടില്ല എന്നാണ് പറയാറുള്ളത്. ശരിയാണ്, വായന മരിച്ചിട്ടില്ല. കാരണം വായന മരിച്ച നമ്മളും മരിക്കും. മനുഷ്യന് ശ്വാസം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊക്കെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കുമെല്ലാം വായന. പക്ഷേ പുതിയ കാലത്ത് വായന ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. രണ്ട് തരം വായനകളെക്കുറിച്ച് പറയാറുണ്ടല്ലോ. അതായത് പരന്ന വായനയും ആഴമുള്ള വായനയും. പരന്ന വായന എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഒരുപാട് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല ഒരു ആഴമുള്ള വായന, ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അല്ലേ, ഒരു ആഴമുള്ള വായന, ഒരു ധാരണ ഉണ്ടാവണമെങ്കിൽ ഒരു പക്ഷേ ഒരു ആഴമുള്ള വായന വേണ്ടി വരും. അത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് വിഷയം. തീർച്ചയായും. കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന് ആർക്കും എന്തും എഴുതാം. നമ്മൾ പറയുന്ന പുസ്തകങ്ങൾ ആർക്കും എന്തും എഴുതാം. പക്ഷേ അവിടെയൊക്കെ നമ്മൾ പറയുന്ന എല്ലാത്തിൻ്റെയും ഒരു സത്യസന്ധമായ നിലപാട് എവിടെ ലഭിക്കുമെന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വായനയെ പറ്റി പറയുമ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ തയ്യാറാവുകയാണെങ്കിൽ ആ സ്ഥലത്തിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ തപ്പും. അങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഏറ്റവും ഈസിയസ്റ്റായ വേയൊക്കെ തപ്പുക. അതുപോലെ നമ്മൾ വായനയുടെ ഒരു റൈറ്റ് പോയിൻ്റ് എവിടെയെന്ന് അന്വേഷിക്കുന്നിടത്ത് നമുക്ക് നേർപ്പഥം കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ നേർപ്പഥം എന്ന് പറയുന്ന വാരിക പ്രസക്തമാകുന്നത്. ക്രെഡിബിൾ ആയിട്ടുള്ള വായന നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന എന്നുള്ളതാണ് നേർപ്പഥം ചെയ്യുന്നൊരു കാര്യം. അതായത് ഏതൊരു വിഷയത്തിലും സമൂഹത്തിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, പലവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയത്തിലുള്ള നിലപാടുകൾ, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് സ്വീകരിക്കേണ്ട നിലപാടുകൾ, ആ നിലപാടുകളെ കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് വരച്ചു കാട്ടുന്നു എന്നുള്ളതാണ് നേർപ്പഥത്തിൻ്റെ USP. തീർച്ചയായും. ഈ യുണീക്ക് സെല്ലിംഗ് പോയിന്റിൽ തന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റാണ് എല്ലാ പ്രായത്തിലുള്ളവർക്കും നേർപ്പഥം. പക്ഷേ ഒരു കുട്ടികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പറ്റുന്ന കവിതകളും കഥകളും എല്ലാം നേർപ്പഥത്തിലുണ്ട്. പ്രായമായ ആളുകൾക്ക് അതിന് പറ്റിയ എഴുത്തുകളുണ്ട്. കൃത്യമായ നിലപാടുകൾ പറയുന്ന, ആനുകാലികങ്ങളെ ചർച്ച ചെയ്യുന്ന വളരെ ആഴമുള്ള എഴുത്തുകളുണ്ട്. ഇങ്ങനെ എല്ലാത്തിനെയും കൂടി കൂട്ടിച്ചേർത്ത ഒരു പോയിൻ്റാണ് യഥാർത്ഥത്തിൽ നേർപ്പഥം. അവിടെ ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം നിങ്ങൾക്ക് ലഭിക്കാൻ, ആനുകാലിക ചർച്ചയിലെ ശരിയായ നിലപാടുകൾ ലഭിക്കാൻ, സത്യസന്ധമായി അറിവുകളെ തേടുന്ന ഏതൊരു വ്യക്തിക്കും തീർച്ചയായും നേർപ്പഥം ഒരു വഴികാട്ടിയായിരിക്കും. നമ്മുടെ വീടുകളിൽ തീർച്ചയായും നേർപ്പഥം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് നിങ്ങൾക്ക് എന്നും ഒരു മുതൽ കൂട്ടായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.